ചെമ്പരത്തി ചായയുടെ പ്രിപ്പറേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ. ചെമ്പരത്തി ചായ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചായയാണ് ചെമ്പരത്തി ചായ. നാട്ടിൻപുറങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന ഈ ചെമ്പരത്തി കൊണ്ടാണ് ചെമ്പരത്തി ചായ ഉണ്ടാക്കുന്നത്. ചായ വെറൈറ്റികളിൽ ചെമ്പരത്തി ചായയോട് പ്രത്യേക ഇഷ്ടമുള്ള നിരവധി ആളുകളുണ്ട്. ചെമ്പരത്തി പൂക്കൾ ഉണക്കിയെടുത്താണ് ചെമ്പരത്തി ചായ തയ്യാറാക്കുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറ തന്നെയാണ് ചെമ്പരത്തി. ആന്തോസയാനിനുകൾ, ഫ്ലെവനോയിഡുകൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചെമ്പരത്തിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ദിവസവും ചെമ്പരത്തി ചായ കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ്. കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ചെമ്പരത്തി ചായ കുടിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കരൾ രോഗമുള്ളവരിൽ ചെമ്പരത്തി ചായ ശരീരത്തിൻ്റെ വിഷാംശം നീക്കാനും കരളിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു. ചർമ്മം തിളങ്ങാൻ ചെമ്പരത്തി ചായ വളരെ നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും ചർമ്മത്തിലെ കോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. ഇത് ചർമ്മം യുവത്വമുള്ളതായും തിളക്കമുള്ളതായും നിലനിർത്തുന്നു. ചെമ്പരത്തിയിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി രോഗപ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. കൂടാതെ വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിച്ച് അണുബാധകളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാൻ ചെമ്പരത്തി ചായ സഹായിക്കുന്നു. ദഹനക്കേട്, വയറുവീർക്കൽ തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് മികച്ച പരിഹാരമാണ് ചെമ്പരത്തി ചായ. ഇത് ദഹനത്തെ പിന്തുണയ്ക്കുകയും വയറിലെ അസ്വസ്ഥതകൾ ശമിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ കുടലിൻ്റെ ആരോഗ്യത്തിനും ചെമ്പരത്തി ചായ കുടിക്കുന്നത് നല്ലതാണ്. പ്രമേഹമുള്ളവർ ചെമ്പരത്തി ചായ കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇത് പതിവായി കുടിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. ബ്രോങ്കൈറ്റിസ് മുതൽ ന്യൂമോണിയ വരെയുള്ള അസുഖങ്ങളെ പ്രതിരോധിച്ച് നിർത്താനുള്ള ശേഷിയുണ്ട് ചെമ്പരത്തി ചായയ്ക്ക്. മൂത്രനാളിയിലെ പലതരം അണുബാധകൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ ചെറുക്കാൻ ഇത് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. ഇതിന് ക്യാൻസർ കോശങ്ങളെ തടുക്കാനുള്ള കഴിവുണ്ടെന്നും ചില പഠനങ്ങൾ പറയുന്നു. കിഡ്നി സംബന്ധമായ പ്രശ്നമുള്ളവർ അമിതമായി ചെമ്പരത്തി ചായ കുടിക്കുന്നത് നല്ലതല്ല. കാരണം ഇത് കുടിക്കുമ്പോൾ മൂത്രത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള കിഡ്നി പ്രശ്നമുണ്ടെങ്കിൽ ചെമ്പരത്തി ചായ കുടിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും. ഞാനിന്ന് ചെമ്പരത്തി ചായ ഉണ്ടാക്കുന്നതിന് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിയാണ് എടുത്തിരിക്കുന്നത്. ചെമ്പരത്തി പൂവ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഇതളുകൾ മാത്രമാണ് ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്നത് പോലെ തേയിലപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ചെമ്പരത്തിയുടെ ഇതളുകൾ മാത്രമാണ് ഇപ്പോൾ തിളപ്പിക്കുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 7 ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായി തിളപ്പിച്ചു. തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 1 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഒരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിൻ്റെ സത്തെല്ലാം പൂർണ്ണമായി വെള്ളത്തിലേക്ക് ഇറങ്ങും. ചെമ്പരത്തി ചായ ചൂടോടെ കുടിക്കണമെന്നുള്ളവർക്ക് ഇപ്പോൾ തന്നെ അരിച്ച് ഉപയോഗിക്കാം. ഞാൻ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. ഞാൻ തണുക്കുന്നത് വരെ അടപ്പ് കൊണ്ട് അടച്ചു വെച്ചു. ഇപ്പോൾ ചെമ്പരത്തിയുടെ ഇതളുകളുടെ കളറ് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചെമ്പരത്തി ചായക്ക് ഇപ്പോൾ ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി ഇത് അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാനിതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും 1 സ്പൂണ് തേനും ചേർത്ത് മിക്സ് ചെയ്താണ് കുടിച്ചത്. ആവശ്യമെങ്കിൽ മധുരം ചേർത്താൽ മതിയാകും. ഇപ്പോൾ കാണുന്ന കളറ് കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നാരങ്ങാ നീര് ചേർക്കുമ്പോൾ ഇതിനേക്കാളും കളറ് കൂടി വരും. 2 ഗ്ലാസ്സിലായി ഞാൻ ചെമ്പരത്തി ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 1 ഗ്ലാസ്സിലേക്കാണ് ഇപ്പോൾ ഞാൻ നാരങ്ങാ നീര് ഒഴിക്കുന്നത്. അതിൻ്റെ കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
നാരങ്ങാനീര് ചേർക്കുന്നതിനനുസരിച്ച് കളർ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മധുരം ഉപയോഗിക്കാം. ഞാനിതിലേക്ക് 1 സ്പൂണ് തേന് ഉപയോഗിക്കുന്നുണ്ട്. വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ചെമ്പരത്തി ചായ റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്